ഹലോ ലിൻഡ, ഇതാണ് എന്റെ കറിവേപ്പില. ഇത് ഇങ്ങനെയുണ്ട്, ഇതുണ്ടല്ലോ തളച്ചു വളർന്നുണ്ടല്ലോ ഇതുണ്ടല്ലോ തഴച്ചു അയ്യോ കണ്ണിടല്ലേ അവള് തല്ലു. കാരണം എന്താന്ന് വെച്ചാല് അവളാണ് എനിക്ക് തൈ തന്നത്. അവള് പറഞ്ഞിട്ട് ഈ വീട്ടുള്ളി കറിവേപ്പില പിടിക്കാൻ കുറച്ച് പാടാട്ടോ. അയ്യോ കണ്ണിടല്ലേ. അല്ല, ഞാൻ കണ്ടിട്ടതല്ല, ഞാൻ പറഞ്ഞതാണ്. സാധാരണ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പറമ്പിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ വീട്ടിലത്തെ. ഇതൊരു കറിവേപ്പില ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. എല്ലാരും പറയുന്നത് ഇത് 3 വർഷം കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി. അത് ഞാൻ തൊട്ടിട്ടില്ല. ഇതുമെന്ന് ഒരു എല്ലാം തൊട്ട് കഴിഞ്ഞാൽ അവള് തല്ലു അപ്പുറത്ത് വിട്ടിട്ടാണ്. കാരണം അവളാണ് ഇതിന്റെ തൈ തന്നത്. പക്ഷെ ഈ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ അടുക്കളയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മളെല്ലാരും പറയും ഇത് വലിച്ചു കളയാനുള്ളതാണ്, കഴിക്കുകയും ചെയ്യും. പക്ഷെ അപൂർവം പേര് മാത്രമേ കറിവേപ്പില കഴിക്കുള്ളൂ. ബാക്കി ഒരു ഇതെല്ലാവരും ആ ഒരു സാധനം എടുത്ത് കളയാണ് ചെയ്യുക. പക്ഷെ ഈ കറിവേപ്പിലക്ക് അതിൻ്റെതായ കുറെ ഗുണങ്ങളുണ്ട്. അത് നമ്മളാരും പഴഞ്ചൊല്ല് പറയൂല, കറിവേപ്പില പോലെ എടുത്ത് കളയുന്ന. അതുണ്ട്. അത് പലരും ചിലരും ഈ കറിവേപ്പില നമ്മൾ സാധനം ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് തീരെ കിട്ടണ്ടാകുമ്പോ ഒരെണ്ണെങ്കിലും എവിടുന്നെങ്കിലും ഉള്ളി പറക്കി നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പ്രത്യേക മണം. അപ്പൊ നമ്മളിത് ഇടാൻ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഉണണ നേരത്ത് അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് പലരുടെ ജീവിതത്തിലും. നമ്മള് അത്രയും പ്രാധാന്യം കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നമ്മള് സപ്പോർട്ട് ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അവർക്ക് ഒരു നില എത്തി എന്ന് തോന്നുമ്പോണ്ടല്ലോ നമ്മളെന്നെ വേണ്ടാന്ന് വെക്കും. നമ്മൾ ചെയ്ത കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ സഹായിച്ച കാര്യം അതൊന്നും നമ്മൾ ചെയ്ത 90% കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല. സപ്പോസ് 1 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 90 കാര്യത്തിനും മറന്നിട്ട് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നമ്മളെ പുറത്താക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും വിഷമാവും അല്ലേ? ചിലപ്പോ നമ്മൾ അവർക്ക് വേണ്ടിട്ട് അത്രയധികം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും അതൊരു പ്രാധാന്യം കൊടുക്കണില്ല അത്രയ്ക്കും. നമ്മൾ അതുപോലെയാണ് ഈ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഗുണങ്ങളുണ്ട്. അപ്പൊ ഈ കറിവേപ്പിനെ പറ്റിയിട്ട് ഈ മറ്റേ എണ്ണ കാച്ചാനൊക്കെ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. മുടിക്ക് നല്ലതാണ്. കണ്ണിന് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അത് ഞാൻ കേട്ടിട്ടില്ല. ഞാന് മുടിക്കൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെയോ. അപ്പൊ നിങ്ങൾക്ക് ഈ കറിവേപ്പിലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തില് അതുപോലെ എപ്പോഴെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. ചുമ്മാ കണ്ടുപോവാതെ ലൈക്കും കൂടി മസ്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിവേപ്പില എപ്പിസോഡ് കഴിഞ്ഞു. ഓക്കെ, ബൈ.